കുഴൽക്കിണർ നിർമ്മാണ മേഖലയിലെ രൂക്ഷമായ പ്രതിസന്ധി പരിഹരിക്കുവാൻ സർക്കാർ വിവിധ മേഖലകളിൽ ഇടപെടണമെന്ന് ഓൾ കേരള ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബോർവെൽ നിർമ്മിക്കുന്നവരെ തടയണമെന്നും അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നു. കുഴൽക്കിണർ നിർമ്മാണ മേഖലയിലെ രൂക്ഷമായ പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ ഈ മേഖലയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൂചനാ പണിമുടക്ക് സംഘടിപ്പിച്ചു. ബിറ്റ്, ഹാമർ മുതലായ സ്പെയർ പാർട്സുകൾക്ക് ദിനംപ്രതി വില വർദ്ധിച്ചു വരികയാണ്. ബോർവെൽ മേഖലയിൽ നിർമ്മാണം സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. സർക്കാർ റേറ്റിനൊപ്പം സ്വകാര്യ മേഖലയിൽ റേറ്റ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ തുടർന്ന് ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂവെന്ന് സംഘടനയുടെ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ സൂചനാ പണിമുടക്ക് ജനുവരി 19 നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനം പ്രതി പാർട്സ്, സ്പെയർ, ബിറ്റ്, ഹാമർ ഇതിന് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണത്തിനോടൊപ്പം എന്ന് പറയാൻ വേണേ, അതായത് ഒരു 5 ഇഞ്ച് ബോർവെൽ ഒരു വീട്ടാവശ്യത്തിന് കുഴിക്കുന്ന ഒരു ബിറ്റിന് മാത്രം 12,000 രൂപ 13,000 രൂപ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് 24,000 രൂപയിൽ എത്തി നിൽക്കുകയാണ്. അതുപോലെ കൃഷി ആവശ്യത്തിന് കുഴിക്കുന്ന 6 ഇഞ്ചിൻ്റെ ബോർവെൽ അത് ഒരു ബിറ്റിന് ഒരു 23,000 രൂപ ഉണ്ടായിരുന്നത് 45,000 എത്തി. അതിൻ്റെ ഒരു ഹാമർ 2 ആഴ്ച 3 ആഴ്ച മുമ്പ് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, അത് 50,000 രൂപയുടെ സാധനം 80,000 രൂപയിലേക്ക് എത്തി. അപ്പോൾ തമിഴ്നാട്ടിലെല്ലാം വ്യാപകമായി വണ്ടികൾ ഒരേ മേഖലകളിൽ നിർത്തിയിട്ടുകൊണ്ട് ആഴ്ചകളോളം സ്ട്രൈക്ക് ചെയ്തിട്ടാണ് അല്പം റേറ്റ് വ്യത്യാസം വരുത്തിയത്. ഇവിടെ ഇപ്പം നമ്മുടെ കാസർഗോഡും കണ്ണൂരും അതുപോലെ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ സ്ട്രൈക്ക് നടത്തി 5-6 ദിവസമൊക്കെ നടത്തി അവരല്പം നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം സർക്കാർ നിരക്കിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ മേഖലയിൽ ഈ തൊഴിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കുഴിക്കുന്ന കിണറുകളുടെ റിപ്പോർട്ടുകൾ സർക്കാരിനെ ബോധിപ്പിച്ചുകൊണ്ട് എല്ലാ മാസവും നികുതിയും കൃത്യമായി നൽകുന്നുണ്ട്. ബോർവെൽ നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന കട്ടികൂടിയ PVC പൈപ്പ്, ലക്ഷക്കണക്കിന് ലിറ്റർ ഡീസൽ മുതലായവയുടെ ഉപയോഗം മൂലം കോടിക്കണക്കിന് രൂപയുടെ നികുതി വരുമാനമാണ് ഈ മേഖലയിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്നത്. അതേസമയം യാതൊരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബോർവെൽ നിർമ്മാണക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. ഇവർ ഉപയോഗിക്കുന്ന നിലവാരം കുറഞ്ഞ പൈപ്പുകളും ഗുണമേന്മ കുറഞ്ഞ സാധന സാമഗ്രികളും വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ടിജു സെബാസ്റ്റ്യൻ, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സുബൈർ KM, ട്രഷറർ സേവിയർ കിടങ്ങൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MM കാസിം, ബെന്നി NP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസയുണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.